നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. എന്ത് ചെയ്യുവാ? അമ്മ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കേ. ഞാൻ എടുത്ത് കുടിച്ചോളാം. കിട്ടു എവിടെ? കഥ കടച്ചിരുന്ന് ഫോണിൽ കളിക്കാവൂ. ഓ, അവനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആവശ്യമുള്ളപ്പോ മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിച്ചാ മതിയെന്ന് പറഞ്ഞാ കേൾക്കില്ല. അപ്പച്ചൻ തന്നെ ആണല്ലോ ഉത്തരവാദി. ഞാൻ അന്നേ പറഞ്ഞതാ ഈ പ്രായത്തിൽ അവന് മൊബൈൽ വാങ്ങിക്കൊടുക്കരുതെന്ന്. അവൻ ഇന്നും മൊബൈലിൽ കളിച്ചിരിക്കുകയാണോ? അപ്പോ പാൽ അടുക്കളയിൽ തന്നെ കാണും. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. ഒരു ഗ്ലാസ് പാൽ. ഇവൻ എന്നും മൊബൈലിൽ കളിച്ചോണ്ടിരുന്നാലേ എനിക്ക് എന്നും പാല് കുടിക്കാമായിരുന്നു. കിട്ടു, കിട്ടു, വാതിൽ തുറക്ക്. ഞാൻ പറഞ്ഞില്ലേ അവൻ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക. നീ എന്താ മൊബൈൽ കളിച്ചിരിക്കുകയാണോ? അത് പിന്നെ അപ്പച്ച എത്ര പറഞ്ഞാലും കേക്കില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ കിട്ടു, ആവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂന്ന്. ഞാൻ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പൊ ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പോ നീ കള്ളം പറയാനും തുടങ്ങിയോ? കള്ളം പറയുന്നത് നല്ല തല്ല് കിട്ടാഞ്ഞിട്ടാ. അതൊന്നും വേണ്ട, കിട്ടു ആ മൊബൈൽ ഇങ്ങ് എടുത്തോണ്ട് വാ. ഞാൻ ഇനി കള്ളം പറയില്ല അപ്പച്ച.
ഞാൻ പറയുന്നത് കേൾക്കൂ. അതിവിടെ തരാൻ. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഇനി നന്നായി പഠിക്കേ, എന്നിട്ട് മതി ഫോൺ കളി. ദേ, ആ കറിയാച്ചന്റെ പറമ്പിൽ നിന്റെ കൂട്ടുകാർ കളിക്കുന്നു. പോയി അവരോടൊപ്പം പോയി കളിക്കേ. എന്താടാ കിട്ടുന്ന് ഫോണിൽ കളിച്ചില്ലേ? നീ എന്തിനാ നോക്കുന്നേ? ഞാൻ കാര്യമായിട്ടാ പറഞ്ഞേ. ഫോൺ അപ്പച്ചൻ വാങ്ങി വെച്ചടാ. എനിക്ക് തോന്നി, അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വരില്ലല്ലോ. ഞാൻ എന്നേ പറയുന്നതാ, നീ എപ്പോഴും മൊബൈൽ കളി തന്നെയാ. വല്ലപ്പോഴും പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണ്. എന്തൊരു ബോറാണ്, എപ്പോഴും ഈ പുസ്തകത്തിന് മുമ്പിൽ തന്നെ ഇരിക്കുക. എന്റെ മൊബൈൽ കിട്ടിയാണെങ്കിൽ. നീ നന്നാവില്ല. മര്യാദക്ക് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഓ, ആ മനുഷ്യപ്പിള്ളേരായിരിക്കും. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. നീയാണോടാ മരമാക്രി എന്റെ തലയ്ക്ക് സാധനം വെച്ചെറിഞ്ഞത്? ആരും പറഞ്ഞപ്പോ ഓടുന്നു. നിക്കടവിടെ. ഓടിക്കോടോ. അതെ, കുരങ്ങൻ ഭ്രാന്തെടുത്ത് പിന്നാലെ വരുന്നുണ്ട്. ഓടിക്കോ, ഓടിക്കോ. ഹലോ ഹലോ, ഡാ പറഞ്ഞ എനിക്ക് കേൾക്കാം. ആർക്ക് പേടിയോ? എനിക്കോ? എനിക്കത് ശരിക്കും അറിയില്ലെന്നോ തോന്നുന്നു. ഇത്രയ്ക്ക് പേടിത്തൊണ്ടന്മാരാണോ ഈ മനുഷ്യന്മാര്? പരമകഷ്ടം. ആഹാ, ദേ നിൽക്കുന്ന ഒരുത്തൻ. എന്തോന്ന് അവന്റെ ചെവിയില്? ഓ, ഇതാണോ മനുഷ്യൻ പരസ്പരം സംസാരിക്കുന്ന മെഷീൻ? എന്തായാലും അവനോടൊന്ന് ചോദിച്ചു കളയാം. ഞാൻ കളിക്കുന്നില്ല, നീ കളിച്ചോ. ഞാൻ ഫോണിലാന്ന് പറഞ്ഞു. അയ്യോ അയ്യോ, ഇതിപ്പോ കളിക്കേ. അയ്യോ, ഈ സാധനത്തിനെ പറ്റി ചോദിക്കാൻ വന്നതാ. അതിപ്പോ എന്റെ കയ്യിൽ. എന്തായാലും കൊള്ളാം. ഈ സാധനം ഇങ്ങനെ നോക്കിയിരിക്കാതെ വേഗം പോയി രാത്രിയിലേക്കുള്ള വല്ലതും ഒപ്പിച്ചിട്ടാ. എടീ, നിനക്കിതിനെ പറ്റി അറിയാത്തത് കൊണ്ടാ ഈ സാധനം ഉപയോഗിച്ച് നമ്മുടെ കാട്ടിലും തൊട്ടടുത്ത കാട്ടിലും അതിന്റെ അപ്പുറത്തുള്ള കാട്ടിലുമുള്ള നമ്മുടെ ബന്ധുക്കളോട് സംസാരിക്കാൻ കഴിയുമടി. ഇതേ മനുഷ്യന്റെ ബുദ്ധിയാ അവര് കണ്ടുപിടിച്ചതാ. എന്തോ എനിക്കത്ര പോരാ. മനുഷ്യർ ഇത് അവരുടെ ആവശ്യത്തിന് കണ്ടുപിടിച്ചതാ, നമുക്കിത് വേണ്ട. ഒന്ന് പോടേ നീ. ഇതൊക്കെ നമുക്കും ഉപയോഗിക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് മനുഷ്യരെക്കാൾ ഒരു വാല് കൂടുതലില്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പോയി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കൊണ്ടുവാ. അല്ലേലും ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാവരെയും ഒന്ന് കാണിച്ചു വീമ്പിളക്കണമല്ലോ. ഞാനൊന്നും പറയുന്നില്ലേ. ഹലോ 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 ഹലോ. അതെ, അതെ, ഞാൻ വീട്ടിലെത്താൻ വൈകും. ശരിയാ, ഒറ്റയ്ക്ക് സംസാരിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതൊന്നുമല്ല. അയാളുടെ കയ്യിലൊരു സാധനം ഇരിക്കുന്നത് കണ്ടില്ലേ? അതാണ് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഫോൺ. പരസ്പരം സംസാരിക്കാൻ. ഇതുപയോഗിച്ചു തുടങ്ങിയാൽ മനുഷ്യൻ ചുറ്റിലുമുള്ള ആരെയും ശ്രദ്ധിക്കുകയുമില്ല, ആരോടും സംസാരിക്കുകയുമില്ല. അതുകൊണ്ടല്ലേ നാട്ടിൽ പോയാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അവർക്ക് ഫോൺ മാത്രം മതി.
അത് പിന്നെ ഒന്നും നോക്കില്ല. മനുഷ്യന്മാരും മാത്രം ഉപയോഗിച്ചാൽ പോരല്ലോ. കണ്ടോ, അതാണ് ഫോൺ. കുരങ്ങച്ചന് ഭാഗ്യം വന്നല്ലേ. എല്ലാവരുടെയും മുമ്പിൽ ഒരു വിലയായി. പണി പറ്റിച്ചു. ദേ വരുന്ന മൂപ്പൻ. മൂപ്പന്റെ മുമ്പിൽ ആളാവുക തന്നെ. ഹലോ ഹലോ, റേഞ്ചില്ലേ? ഹലോ, അതെ, ഞാൻ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം. അതെ അതെ, എനിക്കൊരാളോട് സംസാരിക്കാനുണ്ട്. ഓക്കെ 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 ഓക്കെ. ആരാ ഇത്? കൊരങ്ങച്ചനോ? മൂപ്പ എങ്ങോട്ടാ? ഞാൻ ആ വൈദ്യനെ ഒന്ന് കാണാൻ പോവാ. നടക്കാനൊന്നും വയ്യെന്നേ. മൂപ്പരെന്താ ഇതുപോലെ ഒരു സാധനം വാങ്ങി വെച്ചാ പോരെ? അതാവുമ്പോ ആരെയും വിളിക്കുകയും ചെയ്യാം, ഇതുപോലെ ഇറങ്ങി നടക്കുകയും വേണ്ട. നിനക്കിത് എവിടെന്ന് കിട്ടി? മനുഷ്യരുടെ കയ്യിന്ന്. എന്നാ ഇത് വേഗം തിരിച്ചു കൊടുക്ക്. നമ്മുടെ കാട്ടിൽ ഇതിന്റെ ആവശ്യമൊന്നും തന്നെയില്ല. ദൂരങ്ങൾ നടക്കുന്നത് കൊണ്ടാ ഈ 150 വയസ്സിലും എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത്. നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ നമ്മെ ദോഷത്തിലേക്ക് എത്തിക്കൂ. അതുകൊണ്ടാ ഇത് വേഗം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അസൂയ അല്ലാണ്ട് എന്ത് പറയാനാ? നന്നാവുന്നതും കണ്ടുകൂടാ. ഇതുകൊണ്ടെന്താ അപകടം? അല്ലേലും ഞാനിത് കളയാൻ പോവല്ലേ. ഇപ്പോഴാ ഇവരുടെ മുമ്പിലേക്കൊരു വിലയും നിലയും കിട്ടിയതാ. എന്താ ഭാരം? ഈ സഞ്ചി ഇവിടെ ഇട്ടിട്ടങ്ങ് പോയാലോ? അല്ലെങ്കിൽ വേണ്ട, കൊണ്ടുപോക തന്നെ. അല്ലെങ്കിലേ ആഹാരമില്ലാതെ വീട്ടിൽ ചെന്ന അവളെന്നെ പിടിച്ച് തിന്നും, ചിലപ്പം മാന്തും, പറിക്കും, ചൊറിയും. എന്നെ അയ്യോ വേണ്ട. ഓടിക്കോ, സിംഹരാജൻ വേട്ടയ്ക്കിറങ്ങിയിട്ടുണ്ട്. സിംഹരാജനോ? വേട്ടയോ? എവിടെയെങ്കിലും പോയി ഓടിക്കുക തന്നെ. എവിടെയെങ്കിലും പോയി ഓടിക്കുക തന്നെ. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ. ഇനി അടുത്ത ഇരയെ നോക്കാം. ശല്യം, ഇത് നിർത്തുന്നില്ലല്ലോ. ഭാഗ്യം, രക്ഷപ്പെട്ടു. ആ കുന്ത്രണ്ണം കയ്യിലിരുന്ന് പണി കിട്ടിയേനെ. എങ്ങോട്ടെങ്കിലും പോട്ടെ. കല്യം അല്ല ശല്യം. ഓ, ആ മൂപ്പനും എന്റെ വൈഫും പറഞ്ഞതാ അതിന്റെ സറി. അത് എനിക്കാവശ്യമുള്ള സാധനമേ അല്ല. എന്തൊരു ബോറാണ് എപ്പോഴും ഈ പുസ്തകത്തിന് മുമ്പിൽ തന്നെ ഇരിക്കുക. എൻ്റെ മൊബൈൽ കിട്ടിയാണെങ്കിൽ എത്ര ഗെയിം കളിക്കായിരുന്നു. അപ്പച്ചൻ ജോലി കഴിഞ്ഞ് വരാറാവുന്നേ ഉള്ളൂ. അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് വട്ടം കൂട്ടുന്നുണ്ടാവും. അപ്പച്ചൻ്റെ അലമാരി തപ്പിയാൽ എൻ്റെ മൊബൈൽ കണ്ടേക്കാം. കിട്ടിയാൽ യെസ്.
കഷ്ടായല്ലോ, കണ്ടില്ലല്ലോ. ഇതെവിടെ പോയി? കിട്ടു, വന്നിരുന്ന് പ്രാർത്ഥിക്കേ. നീ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് കാണാനേ ഇല്ലല്ലോ. ഞാൻ പഠിക്കാമേ, പഠിച്ചു പ്രാർത്ഥിക്കാം. ഓ പിന്നെ പ്രാർത്ഥിപ്പിക്കാൻ പോകുന്നു. ഒന്ന് കളിക്കട്ടെ. രാവിലെ മുതൽ എന്ത് ബോറടിയായിരുന്നു. എന്റെ കർത്താവേ, എന്റെ മകനെ കാത്തോളണേ. അവന്റെ ദുശ്ശീലങ്ങൾ മാറ്റി അവനെ കാത്തോളണേ. അവന് ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കണേ. കാവൽ മാലാഖമാരെ, എന്റെ മകനെ കാത്ത് കൂടെ ഉണ്ടാവണേ. അവന്റെ ഗെയിം ഭ്രാന്ത് മാറ്റി നല്ല വഴിയിൽ പ്രാർത്ഥനയിൽ മുന്നോട്ടു പോകാൻ കൂടെ ഉണ്ടാവണമേ. പാവം അമ്മ കരയുന്നുണ്ട്. അമ്മ പറഞ്ഞത് ശരിയാ. അവനിപ്പോൾ എപ്പോഴും മൊബൈലിൽ തന്നെയാ കളി. അവനതിന്റെ പ്രശ്നങ്ങൾ അറിയാത്തത് കൊണ്ടാ. നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ അവന് മനസ്സിലാക്കി കൊടുക്കണം. അത് വെറുതെ പറഞ്ഞു കൊടുത്താൽ അവന് മനസ്സിലാവില്ല. അതിനൊരു വഴിയുണ്ട്. അതിന് നമ്മൾ 3 പേരും ഒരുമിച്ച് വേണം. റാഫേൽ, അയ്യോ, ഞാനിത് എവിടെയാ? നീ ഇപ്പോൾ നീ ആഗ്രഹിച്ച ലോകത്താണ്. എവിടെയാണ്? അയ്യോ, നീ ഇപ്പോൾ മൊബൈൽ ഫോൺ ലോകത്താണ്. അയ്യോ, എനിക്ക് പോണം. എന്റെ അപ്പച്ചനും അമ്മച്ചിയും കാത്തിരിക്കായിരിക്കും എന്നെ. എനിക്ക് പോയേ പറ്റൂ. വിഷമിക്കണ്ട, നിനക്ക് പോയി ലോകം വിട്ടു പോവാൻ കഴിയില്ല. കരഞ്ഞിട്ട് കാര്യമില്ല. നീ തന്നെയാണ് നിന്റെ കാരണം. അമിതമായ നിന്റെ മൊബൈലിനോടുള്ള താല്പര്യമാണ് ഈ വിധിക്ക് കാരണം. ഇവിടെ നിന്ന് പോകണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. അയ്യോ, രക്ഷിക്കണേ. രക്ഷിക്കണേ, എന്നെ ഇപ്പൊ കൊല്ലുവേ. അവ വൈറസുകളാണ്. വേഗം വേഗം വാതിനുള്ളിൽ കയറൂ. അമ്മേ, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെട്ടിട്ടില്ല. ഇനിയാണ് യഥാർത്ഥ കടമ്പ. നോക്കൂ, നോക്ക്. ഈ വാതിൽ കടന്നു പോയെങ്കിൽ മാത്രമേ നിനക്ക് നിന്റെ ലോകത്തിലെത്താൻ കഴിയുള്ളൂ. പക്ഷേ അതത്ര വേഗം കടക്കാൻ കഴിയില്ല. ഇതാണ് കളികളുടെ ലോകം. അവിടെ നിന്റെ പ്രധാന കളി പാമ്പും കോണിയും. അത് ജയിച്ചാൽ നിനക്ക് നിന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാം. അത് ഞാൻ ഉറപ്പായിട്ടും ജയിക്കും. ഇതാണ് കോണികൾ. കട്ടകരയ്ക്ക് നിലത്തിട്ടാൽ ഈ കോണികൾ കയറി നിനക്ക് നിന്റെ ലോകത്തിലേക്ക് പോവാം. ദാ, ഇതാണ് കട്ട. അത് ഞാൻ ഉറപ്പായിട്ടും ജയിക്കും. ഇത്രേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഇനിയുമുണ്ട്, ഇനിയുമുണ്ട്. പാമ്പ്. അയ്യോ, പാമ്പ്. കളി തുടങ്ങട്ടെ.
ഇനി ഇതാണ് 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 അവസാനത്തെ കോൾ. നിന്റെ കട്ടയിൽ 2 വീണാൽ നീ രക്ഷപ്പെട്ടു. നിനക്ക് നിന്റെ ലോകത്തിലേക്ക് പോവാം. മറിച്ച് ഒന്നാണ് വീഴുന്നെങ്കിൽ ബും. എന്റെ കാവൽ മാലാഖമാരെ കാത്തോളണേ. ഇവൻ രക്ഷപ്പെടാൻ പാടില്ല. എന്നും ഒരടിമയെ പോലെ ഇവിടെ വേണം. ഞാനിപ്പോ എവിടാ? പേടിക്കേണ്ട കിട്ടു, നീ ഇപ്പോൾ വീട്ടിൽ തന്നെയാ. നിങ്ങളൊക്കെ ആരാ? നിനക്കൊരു ആപത്ത് വന്നപ്പോൾ നീ മനസ്സറിഞ്ഞു വിളിച്ചില്ലേ, ആ കാവൽ മാലാഖമാരാ ഞങ്ങൾ. ഞാൻ ഗബ്രിയേൽ മാലാഖ. ഞാൻ റാഫേൽ മാലാഖ. ഞാൻ മിഖായേൽ മാലാഖ. എന്റെ കാവൽ മാലാഖമാർ. എല്ലാം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. എല്ലാത്തിനും നല്ലതും ചീത്തയുമായ വശങ്ങൾ ഉണ്ടെന്ന് മറക്കരുത്. പ്രാർത്ഥന തരുന്ന സുഖം മറ്റൊന്നിലും കിട്ടില്ലെന്നറിയുക. നിന്റെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്കും സുഖം ലഭിക്കും എന്നറിയുക. എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ മൊബൈൽ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഒരിക്കലും ഒന്നിനു വേണ്ടി നുണ പറയില്ല.